ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്, അപ്പം മാക്സിമം പഠിക്കണം എന്ന് കരുതി കുറച്ച് ബ്രേക്ക് എടുത്തു. അപ്പം ഞാൻ എന്തായാലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് കുറച്ച് ടൈം എടുത്താണ് വീഡിയോ ഇടാറുള്ളത്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം മാക്സിമം കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, നമുക്ക് റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കാമെന്ന് കരുതി എന്തായാലും ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് അത്രയും ടൈം കളയുന്നത് ഒരു ഉപയോഗമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇടുന്നത്. അപ്പം കുറച്ച് പേര് കാണുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതൊന്നും ബ്രേക്ക് എടുത്തത്. അപ്പം എൻ്റെ പഠനവും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങി. പിന്നെ രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ ഒരു സമയത്ത്. അപ്പം നമ്മൾ എത്രത്തോളം മോട്ടിവേഷൻ വീഡിയോസ് കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും നമ്മളെ ഉള്ളിൽ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം സമയം കളയരുത്, എല്ലാവരും പഠിക്കുക. മാക്സിമം നമ്മളിപ്പം ഇപ്പം എത്ര പേര് നമ്മൾ അപ്ലൈ ചെയ്തു എന്നുള്ളത് ഏതൊക്കെ പോസ്റ്റിലേക്ക്, അപ്പോൾ കുറച്ച് പേരേ ഉള്ളെങ്കിലും അതിൽ മാക്സിമം അതിൽ ഒരു 50% പകുതിയും പേരും ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കുന്നവർ തന്നെ ആയിരിക്കും. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സെക്രട്ടറി അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് OA അല്ലെങ്കിൽ സെയിൽസ് അസിസ്റ്റൻറ്റ്, ഇങ്ങനെയൊക്കെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉണ്ടല്ലോ, ഇത്രയൊക്കെ നമ്മൾ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്നുള്ളതാണ്. അപ്പോൾ OAയുടെ മെയിൻസ് എഴുതാൻ പറ്റുന്നവർ കാണും, പറ്റാത്തവർ വിഷമിക്കേണ്ട. നമുക്ക് ഈ ഉള്ള എക്സാംസൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കറക്റ്റായിട്ടുള്ള ഒരു ഓർഡർ കൊടുത്ത് പഠിച്ചു തുടങ്ങുക. അപ്പം 3ൻ്റെയും സിലബസ് നമ്മുടെ കയ്യിൽ ഇരിക്കണം കേട്ടോ. എല്ലാം 3ൻ്റെ നമുക്കിപ്പം നമ്മുടെ LDയുടെ സിലബസ് ഉണ്ടല്ലോ, അത് തന്നെ മതിയായിരിക്കും നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാനൊക്കെ. അപ്പോൾ മാക്സിമം അത് എടുത്ത് വെച്ചിട്ട് പിന്നെ മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളൊരു സിലബസ് എല്ലാം എടുത്ത് കയ്യിൽ വയ്ക്കുക. ഇപ്പം ഇത് 3 എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, നമുക്ക് എത്രത്തോളം ഏതൊക്കെ സിലബസ് നമ്മൾ ഒരുമിച്ച് ഒരുപോലുള്ളത് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് ടോപ്പിക്സ് എടുത്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ടിക്ക് ചെയ്ത് പോവുക, 3ലും കൂടെ ടിക്ക് ചെയ്ത് പോയിട്ട് അത് ആദ്യം പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഈ 3ഉം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ മാക്സിമം അത് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ 3ലും ഉള്ള ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 3ലും ഏതൊക്കെ ടോപ്പിക്സാണോ ഒരുപോലുള്ളതായിട്ട് അതെടുത്തിട്ട് കവർ ചെയ്യാൻ നോക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ PVQs ആണ്. PVQs നിങ്ങൾ എന്തായാലും 10th ബേസ് തൊട്ട് ചെയ്തു തുടങ്ങുക. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉള്ളവർ തന്നെ മാക്സിമം നിങ്ങൾ 10th പ്രിലിംസും മെയിൻസ് തൊട്ട് തന്നെ ചെയ്തു തുടങ്ങുക. LGS ആയാലും മതി. നമുക്ക് അത് ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഇറങ്ങി ചെന്നാലേ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസിലൊക്കെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ബേസ് അറിഞ്ഞുകൂടാതെ നമ്മൾ ഒത്തിരിയും കാട് കയറി പഠിച്ചിട്ട് ആ ഒരു സമയത്ത് നമുക്ക് മറന്നു പോകാനുള്ള പ്രധാന കാരണം നമുക്ക് ബേസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും PVQ തന്നെ ആയിരിക്കും. അപ്പോൾ അത് തന്നെ പഠിച്ചാൽ മതിയായിരിക്കും. അതിനൊരു സമയം പ്രത്യേകം കണ്ടെത്തേണ്ട. ഈ ഒരു ടെക്നിക്ക് ചെയ്താൽ മതി. നമ്മൾ PVQ നമ്മൾ എടുക്കുമ്പം LGS മുതലുള്ള PVQs എടുത്ത് ചെയ്യുക. മാക്സിമം ഒരു 2 ആഴ്ച കൊണ്ട് 10th ഇത് കഴിയുമല്ലോ. 10th PVQs എടുത്ത് നമ്മൾ പഠിച്ച് തീരുമല്ലോ. അപ്പോൾ തന്നെ നമുക്ക് അറിയാനൊക്കും എത്രത്തോളം അത് ഡെപ്തിലാണ് പോയിട്ടുള്ളത്, എത്ര സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിലും കുറച്ചും കൂടെ ഡെപ്തിലായിരിക്കും നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ വരുന്നത്, മെയിൻസിൻ്റെ ഇതൊക്കെ വരുന്നത് അല്ലേ. പിന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആകുമ്പോൾ ഒരൊറ്റ എക്സാമേ ഉള്ളൂ. നമ്മുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറഞ്ഞതാണ് മുമ്പത്തെ വീഡിയോയിൽ. മാക്സിമം അത് പഠിക്കാൻ പറ്റുന്നവർ മാക്സിമം അത് വർക്ക് ചെയ്യുക. കുറച്ച് നമ്മൾ എടുക്കുന്നുള്ളൂ എന്നുള്ള ഒരു വിഷമമൊന്നും വേണ്ട. പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും നമ്മളൊരു പോസിറ്റീവായിട്ടിരിക്കുക. നമ്മുടെ ജീവിതം തന്നെ ശരിക്കും നമ്മൾ പഠനത്തിൻ്റെ ഒരു റോട്ടിൽ നമ്മളൊരു കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫ് ചേഞ്ചിൽ നമ്മുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വരും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, പഠിക്കുന്നു, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ സിലബസ് എടുക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ റിവിഷൻ ചെയ്യുന്നു. മാക്സിമം നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ട് അത് റിവിഷൻ ചെയ്യുക. എല്ലാ ദിവസവും റിവിഷൻ കൊണ്ടുവരിക. 1 hour കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു 5 മണിക്കൂർ പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കുകയാണെങ്കിലും ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ പഠിച്ചതെല്ലാം ഒന്ന് റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ റീകോൾ ചെയ്തെടുക്കുക. റീകോൾ ചെയ്തിട്ട് കിട്ടാത്ത കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്ത് പോവുക. അങ്ങനെ നമ്മൾ എത്രത്തോളം നമ്മളെ സ്റ്റഡീസിൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ അത്രത്തോളം നമുക്ക് മാക്സിമം എഫേർട്ട് നമുക്ക് കുറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പേടിച്ചിരിക്കുമായിരിക്കും, ഒരു റിവിഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇനി റിവിഷൻ എടുത്താൽ നമുക്കത് മാക്സിമം വീണ്ടും പഠിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട. നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത് നമ്മൾ നെക്സ്റ്റ് ടൈമിൽ റിവിഷൻ്റെ ആ ടൈം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഗ്രാസ്പിംഗ് പവറും കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതെന്തായാലും മാക്സിമം എല്ലാവരും ചെയ്തു പോകുക. റിവിഷൻ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യുക. രാവിലെ കുറച്ച് വായിക്കുന്നതായാലും മതി. നമ്മളിപ്പോൾ സമയം കിട്ടിയില്ല, വെളിയിലോട്ടൊക്കെ പോയി പല കാര്യങ്ങളുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നമുക്ക് ടൈം ഇല്ല അങ്ങനെയൊക്കെ പോകാനായിട്ട്. എന്നാലും എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമ്മൾ പുറത്ത് പോയാൽ തന്നെ ജസ്റ്റ് ഒരു പേജെങ്കിലും വായിച്ചിട്ട് പുറത്തോട്ട് പോവുക കേട്ടോ.
നമ്മൾ റെഡി ആവുന്ന ഒരു ടൈം മതി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പേജായാലും വായിച്ചിട്ട് പോകാനായിട്ട്. അത് നമ്മൾ ഇടയ്ക്കൊന്ന് റീകോൾ ചെയ്ത് നോക്കുക. നമ്മൾ ബസ്സിലായാലും വണ്ടിയിലായാലും നമ്മളൊന്ന് റീകോൾ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഒരു പേജേ പഠിച്ചിട്ടുള്ളൂ, അതെന്താണ് നമ്മൾ പഠിച്ചതെന്നൊന്ന് റീകോൾ ചെയ്തെടുക്കുക. അതൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ ടെക്നിക്സ് ആണ്. ഇതൊക്കെ ഒരു നമ്മുടെ ചെറിയ ചെറിയ ടെക്നിക്സ് ആണ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഹാർഡ് വർക്കിനേക്കാളും നമ്മൾ മാക്സിമം എന്താണ് നമ്മൾ സ്മാർട്ട് വർക്കല്ലേ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ സ്മാർട്ട് വർക്കുകളാണ് ഇതൊക്കെ. നമ്മൾ ചെറിയ ചെറിയ ടെക്നിക്സിലൂടെ നമ്മൾ വലിയ സ്മാർട്ട് വർക്കുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു പേജ് പഠിച്ചുള്ളെങ്കിലും അത് റിവിഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ, പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ അതൊന്ന് എടുത്ത് നോക്കുക. നമുക്ക് ആ പേജിലുള്ള പറയാൻ പറ്റിയോ, ഓർത്തെടുത്തോ, അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോണിലൊന്ന് ഒരു ഫോട്ടോ എടുത്ത് പോവുകയോ ജസ്റ്റ് അത് തന്നെ ഒന്ന് വായിച്ച് റിവിഷൻ ചെയ്യുകയോ, എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതാകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഡിറ്റാച്ച്ഡായി പോകത്തില്ല നമ്മുടെ പഠനത്തിൽ, നമ്മളെവിടെ പോയാലും. അപ്പം നമുക്കറിയാം നമ്മൾ മാക്സിമം പഠിക്കാനായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ആ ഒരു ചുറ്റുപാടുമായിട്ടാണ് നമ്മളങ്ങ് മിങ്കിൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ എത്ര പേരെടുത്ത് പെരുമാറിയെന്നോ, എത്ര നേരം സംസാരിച്ചെന്നോ, ആ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴും നമ്മുടെ അഫക്റ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ അപ്പോഴത്തേക്ക് ആ പഠനത്തിൽ നിന്ന് കുറച്ചൊന്ന് വിട്ട് പോയിട്ടുണ്ടായിരിക്കും. അതില്ലാതാക്കാതെ വേണ്ടിയിട്ടാണ് ഈ ജസ്റ്റ് ഒരു ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴും ഇവിടെ ഇരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മളെന്താ പഠിച്ചതെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് ഈ 3നും നമ്മൾ ഒരുമിച്ച് സിലബസ് എടുക്കുക. മാക്സിമം അതെല്ലാം ഒന്ന് ടിക്ക് ചെയ്ത് പോയിട്ട് ഒരുപോലുള്ള മിക്കവാറും നമുക്കറിയാം നമ്മുടെ സിലബസിൽ ഏകദേശമൊക്കെ ഒരുപോലുള്ള ടോപ്പിക്സ് ഒരുപാടുണ്ട്. അതെല്ലാം പഠിക്കാൻ നോക്കുക. പിന്നെ PVQs ഇതുപോലെ ബേസ് മുതട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമുക്ക് പിന്നെ എല്ലാ ദിവസവും NCERTയും SCERTയുടെ ഒരു ചാപ്റ്റർ വീതം കൊണ്ടുവരിക കേട്ടോ. എല്ലാ ദിവസവും SCERT NCERTയുടെ ഒരു ചാപ്റ്റർ കൊണ്ടുവരിക. പിന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം ഫസ്റ്റായിട്ട് കൊണ്ടുവരിക. അപ്പം ഇത് എത്രത്തോളം നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് അത് നമ്മൾ ഒരു 1 മന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ. നമ്മൾ ഈ റിവിഷൻ ചെയ്യുന്നതും SCERT NCERT എടുക്കുന്നതും PVQs എടുത്ത് ചെയ്യുന്നതും പിന്നെ നമ്മുടെ മാത്സും ഇംഗ്ലീഷും മലയാളം എടുക്കുന്നതും നമ്മുടെ എത്രത്തോളം നമ്മൾ പഠനത്തിലും ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് 1 മാസം കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാ ദിവസവും റിവിഷൻ മസ്റ്റായിട്ടും കൊണ്ടുവരിക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ 3 കൂടെ ഉള്ള കാര്യമാണ്. ഇപ്പം സെക്രട്ടറി അസിസ്റ്റൻറ്റ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ തന്നെയും നിങ്ങളും എന്തായാലും ബേസ് തൊട്ട് തന്നെ പഠിച്ച് PVQs എടുക്കുമ്പോൾ അങ്ങനെ തന്നെ എടുത്ത് പോവുക. പിന്നെ SCERT NCERT എല്ലാ ദിവസവും നോക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിലാണ് ടൈം വരുന്നത് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ്. അപ്പോൾ അതിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എടുക്കുക, അത് കവർ ചെയ്യാനുള്ള വർക്ക് ഏതൊക്കെയാണ് വർക്ക് എന്ന് നോക്കുക. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് എൻ്റെ ഹോട്ട് ടോപ്പിക്സ് ഞാൻ ഒന്ന് ബുക്കിൽ എഴുതി വെച്ചിരുന്നു കേട്ടോ. അപ്പം ഇത്രയും ദിവസം ബ്രേക്ക് എടുത്ത സമയത്ത് മാക്സിമം പഠിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, റിവിഷൻ ചെയ്തിട്ടുണ്ട്. മാത്സ് കുറച്ച് പുറകിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മാത്സൊക്കെ ചെയ്തു. അങ്ങനെ ഞാനത് നമ്മൾ ഏതൊക്കെ പഠിച്ചു എന്നുള്ള ഹോട്ട് ടോപ്പിക്സ് ആകുമ്പോൾ നമുക്കറിയാം ഒരു 10-20 ടോപ്പിക്സിനകത്തേ വരത്തുള്ളൂ. അതിൽ എത്രത്തോളം പഠിച്ചു എന്നുള്ളതാണ്. പിന്നെ NCERT SCERT ചാപ്റ്റേഴ്സ് ഉൾപ്പെടെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എഴുതി വെച്ചത്. അങ്ങനെ എടുത്തിട്ട് മാർക്ക് ചെയ്ത് പോയി. അപ്പോൾ +1 +2ൻ്റെ ടെക്സ്റ്റ് കിട്ടാത്തവരാണെങ്കിൽ റീഫോക്കസിൻ്റെ ടെക്സ്റ്റ് മേടിച്ച് ഉപയോഗിക്കുക. പിന്നെ SCERT എന്തായാലും ഒരു ചാപ്റ്റർ എടുക്കുക കേട്ടോ. അപ്പം എല്ലാ ദിവസവും നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതൊരു ഓർഡർ ഇല്ലാതെ പഠിക്കരുത്. നമ്മളെപ്പോഴും എഴുതി വെക്കുക. നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചതെന്ന് വെച്ചാൽ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലെ എടുത്തത് തൊട്ട് രാത്രി എടുത്തത് ജസ്റ്റ് നമ്മൾ ഒരു 5 പര്യായപദവും അല്ലെങ്കിൽ മലയാളം മീനിങ് പഠിച്ചാലും മതി. അതൊന്ന് എഴുതി വയ്ക്കുക. മലയാളം പര്യായപദം, മലയാളം മീനിങ് 5 അങ്ങനെയൊന്നും എഴുതി വയ്ക്കുക. അപ്പോൾ ഏതൊക്കെ പഠിച്ചു എന്നുള്ളത് നമുക്ക് ഓർമ്മ വരും. അതല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ മെമ്മറി ഫുള്ളാവുന്നില്ലെങ്കിൽ ഫോണിലൊന്ന് ഇത് ഫീഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരു പിക്സ് എടുത്തിട്ട് ഏതൊക്കെ ടോപ്പിക്സ് എടുത്തു എന്നുള്ള ഒരു പിക്സ് എടുത്ത് വെച്ചിട്ട് അത് ജസ്റ്റ് എല്ലാ ദിവസവും നോക്കണം. 1 വീക്ക് ആകുമ്പോഴത്തേക്ക് നിങ്ങളത് മാക്സിമം അത് ഒരുമിച്ചാക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ഫയൽസിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുകയോ അങ്ങനെ ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ആഴ്ച ആ ഒരു ആഴ്ച പഠിച്ച കാര്യങ്ങൾ മാത്രം അതിനകത്ത് ഫില്ല് ചെയ്ത് പോവുക. ഫോൺ എടുത്തിട്ട് പിക്ക് എടുത്തിട്ട് നമ്മളത് നോക്കി പോവുക. അപ്പോൾ നമുക്ക് റിവിഷനും എടുക്കാനൊക്കെ കേട്ടോ. എവിടെ പോയാലും നമുക്ക് ഫോണിൽ ആ പിക്സ് ഇടുമ്പോഴത്തേക്ക് റിവിഷനും എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പഠിക്കുക. അപ്പം എത്രത്തോളം നമ്മൾ കൺവേ ചെയ്തു എന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് കിട്ടുന്ന ടൈമെല്ലാം പഠിക്കുക. ഇപ്പം 1/2 മണിക്കൂർ കിട്ടുകയാണെങ്കിലും 1/2 മണിക്കൂറിൽ നമുക്കറിയാം ഒരു 5 ക്വസ്റ്റ്യൻ പഠിച്ചാലും മതി. അത്രത്തോളം അത് നമ്മുടെ ടൈം എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. അപ്പം പിന്നെ ഒരു കാര്യം നമുക്ക് വാല്യുബിൾ ടൈം കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് നമ്മളേ ഉള്ളൂ എന്നൊരു ചിന്തയും കൂടെ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക.
നമ്മുടെ ലൈഫെന്ന് പറയുന്നത് ഇപ്പോൾ ഒത്തിരി പേര് ചുറ്റിപ്പറ്റി നമ്മൾ നിൽക്കുന്നുണ്ടായിരിക്കും. ഇനി അവർക്കുള്ള ഒരു താങ്ങെന്ന് പറയുന്നത് നമ്മളായിരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ എപ്പോഴും പഠിച്ചു തുടങ്ങുക. നമ്മളെപ്പോഴും എന്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കുക. എന്തൊക്കെ കൊടുത്താലാണ് ഇനിയും ബെറ്റർ ആക്കാൻ പറ്റുക, പഠനത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പഠിക്കുക, മാക്സിമം റിവൈസ് ചെയ്യുക, PYQs ചെയ്യുക, SCERT NCERT കവർ ചെയ്യുക. പിന്നെ ഹോട്ട് ടോപ്പിക്സ് എടുത്ത് എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റുകാർ അങ്ങനെയുള്ള ഹോട്ട് ടോപ്പിക്സ് എല്ലാം എടുത്ത് മാക്സിമം കവർ ചെയ്യുക കേട്ടോ. മാത്സ് ചെയ്യുക കേട്ടോ. മാത്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഞാൻ ഇന്ന് മാത്സ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് നിങ്ങൾ ടോപ്പിക്സ് എടുത്ത് ചെയ്യുക കേട്ടോ. PYQs ചെയ്യുക, അതിൻ്റെ കൂടെ ടോപ്പിക്സും കൂടെ എടുത്ത് കവർ ചെയ്ത് പോവുക. മലയാളം നമുക്കറിയാം, ഒരുവിധം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആയിരിക്കും എല്ലാവരും. അങ്ങനെ ചെയ്യുക. പിന്നെ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കുക, എന്ന റിവിഷനും കൊണ്ടുവരിക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.